നമസ്കാരം. ഇന്ന് ഞാൻ വന്നത് നിങ്ങളുടെ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം പറയാനാണ്. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിലെനിക്ക് നിങ്ങളെങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ വീഡിയോ താഴെ കമൻ്റായിട്ട് നിങ്ങളുടെ നക്ഷത്രം, നിങ്ങളുടെ ജനനരാശി, അതായത് ആ നക്ഷത്രത്തിൻ്റെ രാശിക്കോറ്, ഇത് രണ്ടും നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ഏത് പ്രശ്നമാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ആവശ്യം എന്നും ഉള്ളൊരു ഇത് പറയുക. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടി ചെയ്യേണ്ട പരിഹാരവും ഞാൻ പറയാം. അതിപ്പോൾ നിങ്ങൾക്ക് ദാരിദ്ര്യമാവാം, വിവാഹ തടസ്സമാവാം, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം, അതുപോലെ ആഭിചാര ദോഷമാവാം, ശത്രുദോഷമാവാം, ദൃഷ്ടിദോഷമാവാം, കടം ബാധ്യതകളാവാം, രോഗദുരിതങ്ങളാവാം, സമാധാനക്കുറവാവാം, ദുഃഖങ്ങളാവാം, എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങളാവാം, എന്തെങ്കിലും ആഗ്രഹങ്ങൾ നടക്കാത്തതാവാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറയാം. അപ്പോൾ നിങ്ങൾ നക്ഷത്രം, അതുപോലെ രാശിക്കൂറ്, ഇത് രണ്ടും കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നവും ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ എനിക്ക് സഹായിക്കാൻ പറ്റും. കാരണം ഞാൻ പറയുന്ന പ്രാർത്ഥനകൾ പൊതുവെയുള്ള പ്രാർത്ഥനകളാണ്. ശരിക്കും നമ്മൾ പറയേണ്ടത് ജാതകം നോക്കി, ജാതകത്തിലെ ഭാഗ്യദേവതയെ ആരാധിച്ചും ദശാപഹാരങ്ങൾ നോക്കിയാണ്. പക്ഷേ എല്ലാവരുടെയും എനിക്കത് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന്, അപ്പോൾ നമുക്കിതിൽ അത്യാവശ്യം നമ്മുടെ ആത്മാർത്ഥമായ ഭക്തിയാണെങ്കിൽ, നമ്മുടെ ദശാപഹാരം കുറച്ച് നടത്തുന്നാലും നമ്മുടെ ഭക്തിയും സമർപ്പണമൊക്കെ ആത്മാർത്ഥമാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും പരിഹാരം കൊണ്ട് നമുക്ക് കുറേയൊക്കെ പരിഹാരം ലഭിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക. അപ്പോൾ നിങ്ങളെ എനിക്ക് എന്നെ കഴിയുന്ന രീതിയിൽ സഹായിക്കാൻ പറ്റും. എൻ്റെ തുച്ഛമായ അറിവുകൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് വരികയാണെങ്കിൽ അതെനിക്ക് ഒരുപാട് സന്തോഷമാണ്.